വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, വളരെ ഒരു ചെറിയ ക്ലാസ് ആണ് കാലാവസ്ഥ. ഓക്കെ, കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയൊരു വിശദീകരണമൊന്നുമല്ല, ചെറുതായിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറേ വാക്കുകളാണ്. ഓക്കെ, ശരി. ആദ്യം തന്നെ കാലാവസ്ഥ എങ്ങനെയാ പറയാ? കാലാവസ്ഥേനെ എന്തെന്നാ ഹിന്ദിയിൽ പറയുന്നത്? മോസം അല്ലേ? മോസം എന്നാണ് കാലാവസ്ഥേനെ ഹിന്ദിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് കാലാവസ്ഥ നല്ലതല്ല, അതിനെങ്ങനെയാ പറയുന്നത്? മോസം ഖരാബ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണ്? ഭക്ഷണം കേടായാലും എന്തെങ്കിലും വസ്തുക്കൾ കേടായാലും ഖരാബ് എന്നൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്, കേടാവുക. ആ ഒരു സെയിം യൂസ് ആണ് ഇവിടെയും വരുന്നത്. മോസം ഖരാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ മോശമാണ്. ഓക്കെ, ശരി. അതുപോലെ തന്നെ നല്ലതാണെങ്കിൽ നോർമലാണ്, കാലാവസ്ഥ നോർമലാണ്. എങ്ങനെ പറയാ? മോസം ടീക്കെ, മോസം ടീക്കെ, അച്ഛായ എന്നൊക്കെ പറയും കേട്ടോ. ഒരുപാട് വാക്കുകളുണ്ട്. ഓക്കെ, അപ്പൊ നോർമൽ ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? മോസം ടീക്കെ. ഓക്കെ, ശരി. ഇനി നമ്മൾ കാലാവസ്ഥയിൽ വരുന്ന ഒരു ഒരു സംഭവമാണ് മഴ അല്ലെ? മഴയെ പറയുന്നത് ബാരിഷ് എന്നാണ്. ഓക്കെ, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ, ബർസാത്ത് എന്നും പറയും. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് ഇത് മഴക്കാലമാണ്. എങ്ങനെയാ പറയാ? യേ ബർസാത്ത് കാ മൗസം ഹേ. മനസ്സിലായോ? ഓക്കെ, അടുത്ത എന്താ? ഇവിടെ മഴ പെയ്യുക. ഇപ്പൊ ഇവിടെ മഴ പെയ്യുകയാ. എങ്ങനെയാ പറയാ? അബി യഹാ ബാരിഷ് ഹോ രഹി ഹേ. അബി യഹാ ബാരിഷ് ഹോ രഹി ഹേ. ഇപ്പോൾ ഇവിടെ മഴ പെയ്യുകയാണ്. ഓക്കെ, ശരി. ഇനി വരുന്ന രണ്ട് വാക്കുകൾ എന്തൊക്കെയാണെന്നറിയാം? ഗർമി സർദി. ഗർമി സർദി എന്ന് പറയുന്നത്, ഗർമി എന്ന് പറഞ്ഞാൽ ചൂടാണ് കേട്ടോ. സർദി എന്ന് പറയുമ്പോൾ തണുപ്പ് കാലത്തിനെയാണ്. അപ്പോൾ ഇവിടെ വളരെ ചൂടാണ് എന്നെങ്ങനെയാ പറയാം? യഹാം ബൗത്ത് ഗർമി ഹേ. ഓക്കെ, അപ്പോൾ തണുപ്പാണെങ്കിൽ യഹാം ബൗത്ത് സർദി ഹേ. ഓക്കെ, ഇനി നമ്മൾ ചൂട് എന്നുള്ള വാക്കിന് ഗരം എന്ന് പറയും. ഗരം. ഇപ്പൊ നമ്മള് വെള്ളം ചൂടിന് ഗർമി എന്നല്ല പറയാം, ഗരം പനി എന്നാ പറയാം. ഓക്കെ, ഗരം. ഇപ്പൊ മോസത്തിൽ നമ്മൾ ഗരം എന്ന് യൂസ് ചെയ്യും. ഗർമിക്ക് പകരം ബഹുത് ഗരമേ അങ്ങനെയും പറയും. ഓക്കെ, പക്ഷെ പനീന് നമ്മൾ എന്താ പറയാ? ഹോട്ട് വാട്ടർ, ഗരം പനി. അതുപോലെ തന്നെ സർദിക്ക് എന്താ പറയുന്നത്? ടണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ്. ഓക്കെ, മോസത്തിൽ നമ്മൾ സർദി എന്നും പറയാം, യഹാം ബഹുത് ടണ്ട് ഹേ എന്നും പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാ ഉഫ് നല്ല ചൂടെടുക്കുക. എങ്ങനെയാ പറയാ? ഗർമി ലഗ് രേ, ബഹുത് ഗർമി ലഗ് രേ. അല്ലെങ്കിൽ നമ്മൾ തണുക്കുവാണെങ്കിൽ ബഹുത് ടണ്ട് ലഗ് രഹി ഹേ. മനസ്സിലായോ? അതാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. ഓക്കെ, അപ്പൊ ബഹുത് ടണ്ട് ലഗ് രേ നമ്മളതിനെ സംസാരത്തിൽ അത്രേ പറയത്തുള്ളൂ, ലഗ് രേ എന്നുള്ള രീതിയിലേ പറയത്തുള്ളൂ. ഓക്കെ, ശരി. ഇനി എന്തുവാ നമ്മൾ പറയാണ്? വലിയ ചൂടുമില്ല വലിയ തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥ അല്ലെ? നോർമൽ മോസം ടീക്ക് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ന ജാദാ ടണ്ട് ഓർ ന ജാദാ ഗർമി. ഓക്കെ, കൂടുതൽ തണുപ്പുമില്ല കൂടുതൽ ചൂടുമില്ല, അതാണ് അർത്ഥമാക്കുന്നത്. ന ജാദാ ടണ്ട് ഓർ ന ജാദാ ഗർമി. മനസ്സിലായോ? ശരി. അടുത്തതാണ് നമുക്ക് എന്താണ്? കാറ്റ് അല്ലെ? ഹവ. കാറ്റ് കാലം ഉണ്ടാവുമല്ലോ, ഹവ എന്നാണ് കാറ്റിനെ പറയാം. ഇപ്പൊ നമ്മൾ പറയാണ് പുറത്ത് നല്ല കാറ്റാണ്. എങ്ങനെ പറയാ? ബാഹർ തേജ് ഹവ ചൽ രഹി ഹേ. കഴിഞ്ഞാൽ പുറത്ത് നല്ല കാറ്റാണ്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ബാഹർ തേജ് ഹവ ചൽ രഹി ഹേ. ഓക്കെ, ശരി. അതുപോലെ കൊടുങ്കാറ്റാണെങ്കിൽ എന്താ പറയാ? ചില സ്ഥലത്ത് കൊടുങ്കാറ്റ് വീശി എന്നൊക്കെ പറയല്ലേ? തുഫാൻ. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിന്റെ അർത്ഥം തുഫാൻ എന്നാണ് കൊടുങ്കാറ്റിനെ പറയുന്നത്. കൊടുങ്കാറ്റ്, തുഫാൻ. നോർമൽ ഹവ. തേജ് ഹവ എന്ന് പറഞ്ഞത് നമ്മള് എന്താ പറയുന്നത്? കുറച്ചും കൂടി ശക്തിയായ കാറ്റ് എന്നാട്ടോ. ഞാൻ നേരത്തെ സെന്റൻസിൽ പറയാൻ വിട്ടുപോയി. തേജ് ഹവ എന്ന് ഉദ്ദേശിച്ച്, തേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ശക്തിയായ കാറ്റ്, അതാണ് കേട്ടോ തേജ് എന്നുള്ള അർത്ഥം വരുന്നത്. ഓക്കെ, ശരി. അടുത്തത് എന്താ? സ്നോ. നമ്മളിങ്ങനെ കശ്മീരിലൊക്കെ സ്നോഫോൾ പറയില്ലേ? അത് എന്താ പറയുന്ന അറിയോ? ബർഫ് ഗിർറെ. ബർഫ് ഗിർറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർഫ് എന്നാണ് എന്തെന്ന് പറയുന്നത്? ഐസ്. ഓക്കെ, സ്നോ എന്ന് പറയുന്നത് ബർഫ്. ഓക്കെ,
ശരി. അപ്പൊ ബർഫ് ഗിർ റഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോഫോൾ ആണ്, മഞ്ഞ് വീഴുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ശരി, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ തന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറെ പുതിയ വാക്കുകൾ കിട്ടിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ ഓർമ്മ വന്ന കുറച്ച് വാക്കുകളോട് ഞാൻ പറഞ്ഞുതരാം ഇതിനോടനുബന്ധിച്ച്. ഇപ്പൊ ആസ്മാൻ, ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ധൂൾ, ധൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി, മിട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. ഓക്കെ, അപ്പൊ ധൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊടിയാണ്. ഇപ്പൊ ഹവ, കാറ്റ് വീശുമ്പോ പൊടി പറക്കും അല്ലെ, അപ്പോ ധൂൾ എന്ന് പറഞ്ഞാൽ പൊടിയാണ്. ഇനി പുകയാണെങ്കിലോ ധുവ എന്നാ പറയാ. ധുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക. മനസ്സിലായോ? എന്താ ആകാശത്തിനോടൊപ്പം മേഘം അത് പറഞ്ഞില്ല അല്ലെ, ബാരിഷ് അല്ല നമ്മൾ പറഞ്ഞു. മേഘത്തിനെ പറയുന്നത് ബാദൽ എന്നാണ്. ഓക്കെ, ബാദൽ, ക്ലൗഡ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, പുതിയ പുതിയ വാക്കുകൾ ഇതിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സുമായിട്ട് വരാം. അടുത്ത ആഴ്ച കുറച്ചും കൂടി എന്താ പറയുന്നത്, നമ്മൾ പഠിച്ച വാക്കുകളിനെ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറൊക്കെ ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, മറന്നു പോയിട്ടുണ്ടോ ചെക്ക് ചെയ്യണ്ടേ അല്ലേ? ശരി, അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.